പെരും കള്ളൻ. ഭാര്യയും കൊണ്ട് വിവാഹ വാർഷികം ആഘോഷിക്കാൻ എത്തിയതാണല്ലേടാ നീ. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇതായിരുന്നില്ലല്ലോ ഇവന്റെ ഡ്രസ്സ്. വഴിക്ക് വെച്ച് ഡ്രസ്സും മാറി വന്നിരിക്കുക. വെറുതെ അല്ല സ്വാതിയെ മതിയെന്ന് നീ വാശി പിടിക്കുന്നത്. ഇവളെ ഭാര്യയായി കൂടെ താമസിപ്പിക്കുകയും ചെയ്യാം, ശ്രീകുട്ടിയോട് പ്രേമനാടകം നടത്തുകയും ചെയ്യാം. പ്രഭേട്ടന്റെയും വല്യേച്ചിയുടെയും കോടിക്കണക്കിനുള്ള സ്വത്തിന് നീ അവകാശിയുമാവും. കൊള്ളാലോടാ നിന്റെ ബുദ്ധി. പക്ഷേ കവിതയുടെ മുന്നിൽ നീ കുടുങ്ങിപ്പോയി. കെട്ടിക്കൊണ്ടുവന്നവളെയും മംഗലശ്ശേരിക്ക് ശാപമായ നിന്റെ അമ്മയെയും കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നിനക്ക് മംഗലശ്ശേരി വിടാം. നിനക്ക് ഞാൻ തരാൻ പോകുന്ന കാലപരിധി ഒരാഴ്ചയാ. നേരെ അകത്തേക്ക് ചെല്ലുന്നതല്ല ബുദ്ധി. കാറിൽ ചെന്നിരിക്കാം. രണ്ടും ഒന്നിച്ചിറങ്ങി വന്ന് കാറി കയറുന്നത് കൂടി ഷൂട്ട് ചെയ്യണം. ക്ഷേത്രത്തിന്റെ ആംബിയൻസിൽ തന്നെ വേണം അത് ചെയ്യാൻ. ഒന്ന് നിന്നേ. ഇതുവരെ വന്നിട്ട് സദ്യ കഴിക്കാതെ പോവുകയാണ്? അല്ല, ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോ എന്താ വിശേഷം എന്നറിയാൻ കാര്യമേ ഉള്ളൂ. ഇവിടെ ഒരു വിവാഹ വാർഷികത്തിന്റെ സദ്യ നടക്കുകയാണ്. വന്നോളൂ. ഏയ് വേണ്ട സാർ, ഞാൻ ഈ നാട്ടുകാരിയൊന്നുമല്ല. ഇതെന്താ സദ്യ വേണ്ടെന്ന് വയ്ക്കുന്ന കൂട്ടരുണ്ടോ? സദ്യ ഉണ്ട് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങാറായിട്ടുണ്ടാവും. തൽക്കാലം കുറച്ചു സമയം കാറിലിരിക്കാം. അപ്പച്ചി ഒന്ന് ഇറങ്ങി വന്നേ. അപ്പച്ചി നല്ല ആളാ. ഇക്കണ്ട ദൂരം അത്രയും ഒരു ഡ്രൈവറുടെ ഹെൽപ്പ് പോലും ഇല്ലാതെയല്ലേ കാർ ഓടിച്ച് അമ്മുവിന്റെ വിവാഹ വാർഷികത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. എന്നിട്ട് സദ്യ കഴിക്കാതെ പോകുന്നത് ശരിയാണോ? നീ എന്താടാ ആളെ പൊട്ടനാക്കുകയാണോ? നിന്റെ അമ്മുന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പച്ചി ഇവിടെ വന്നിറങ്ങിയത് ഞാനും കണ്ടതല്ലേ. അപ്പോഴേ ഞാൻ ആലോചിക്കുക, അമ്മു ക്ഷണിച്ചിട്ടാണോ കവിത അപ്പച്ചി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതെന്ന്. എനിക്ക് വരാനേ ഒരുത്തിയുടെയും ക്ഷണം വേണ്ട. പക്ഷേ ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാ. എന്നെ നിർബന്ധിച്ച് വിളിച്ചതേ ദേ അവനാ. അമ്മ അവളുടെ വിവാഹ വാർഷികത്തിന്റെ കാര്യം അമ്മയോടും സ്വാതിയോടും കാവേരി അപ്പച്ചിയോടും പറഞ്ഞു. പക്ഷെ ഞാൻ അറിയുന്നതേ സഞ്ജയ് പറഞ്ഞിട്ടാ. അവനാ എന്നെ ക്ഷണിച്ചത്. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയതേ ഈ മുണ്ടും ഒരു ഷർട്ടും വാങ്ങി അങ്ങിട്ടു. ക്ഷേത്രത്തിൽ മുണ്ട് ധരിച്ചേ പോവാണെന്നേ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ, എനിക്ക് പോണം. വരൂ. ഇതാര്? CBI ആന്റിയോ? ആന്റി തൊഴാൻ വന്നതാണോ അതോ അമ്മ ക്ഷണിച്ചിട്ട് വന്നതാണോ? അപ്പച്ചി തൊഴാൻ വന്നതാ. കാറിൽ കയറി പോവാൻ നേരത്താ അപ്പച്ചിയെ ഞാൻ കണ്ടത്. അത് നന്നായി. നിങ്ങൾ സദ്യാലയം വരെ വന്നിട്ട് പോയതല്ലേ? അതിനുള്ള മറുപടി നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ചന്ദ്രൻ പിള്ള സാറേ, സദ്യ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആന്റിക്ക് ഒരു ഇലയിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തേനെ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് അല്ലേ അമ്മൂസേ?
ഞാൻ ഇവരെ സഞ്ജു പറഞ്ഞ പ്രകാരം വന്ന് ക്ഷണിച്ചതായിരുന്നു സഞ്ജയ്. വേണ്ടാന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പച്ചി ഇതുവരെ വന്നതല്ലേ? ദേ അമ്മുന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഇനി അങ്ങനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിനു മുമ്പേ ഡിവോഴ്സ് നടക്കും. തമ്മിൽ കലഹിച്ചല്ല വേർപിരിയുന്നത് എന്നൊരു സവിശേഷതയുണ്ട്. കറക്റ്റ്. അതുകൊണ്ടാ ആ ദിവസം ലളിതമായിട്ടൊന്ന് നാട്ടുകാരുമായിട്ട് ആഘോഷിക്കളയാന്ന് വെച്ചത്. അപ്പച്ചി അപ്പച്ചി അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് നിന്നേ. ആന്റി ക്ഷണിക്കാത്ത സദ്യ ഉണ്ണുന്ന ആളൊന്നുമല്ല. വിട്ടേക്ക്. ചന്ദ്രൻപിള്ള സാർ എന്നോടൊന്ന് വന്നോട്ടെ. ആ പാചകക്കാരുടെ പണം ഒന്ന് സെറ്റിൽ ചെയ്യണം. ഞാനിപ്പോ വരാം സഞ്ജു. ഞാനും അമ്മു എന്തായാലും കവിത അപ്പച്ചി ഇവിടെ വന്ന കാര്യം വീട്ടിൽ പറയാൻ പോകുന്നില്ല. അതിന്റെ അപമാനം അപ്പച്ചിക്ക് തന്നെയാ. അപ്പച്ചിക്ക് ഒരു നാണക്കേട് ഉണ്ടാവുമെന്ന് കരുതി മാത്രം പറയാതിരിക്കുന്നതാ. കവിതേച്ചി ഇപ്പോഴേ നാടകം വിശ്വസിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഇന്നത്തോടെ അത് തീർന്നു കാണും. എന്തായാലും ദിനേശൻ അങ്കിളിനെ സമ്മതിച്ചു കൊടുക്കണം. ഒരു കാലത്തെ ഞാൻ ഏറ്റവും വെറുത്ത മനുഷ്യനാ ഇന്നെന്റെ രക്ഷകനായിട്ട് വന്നിരിക്കുന്നത്. അതിന് കാരണക്കാരിയും നീ തന്നെയാ ലക്ഷ്മി. നിങ്ങൾ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവിന് ഒന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? എനിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായി അയാളുടെ ഒരു അമ്മൂസ് വിളി. ഞാൻ കരുതിയ പോലെ ഒന്നല്ലെന്നേ. അല്ലറ ചില്ലറ തരികിടകളുണ്ടെങ്കിലും ഇവൻ ആള് ഡീസന്റാ. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ ഗൗതം? നീ സത്യത്തിൽ ഇപ്പോ എവിടെയാ കവിത? നീ ഓഫീസിൽ വരാതെ എവിടേക്കാ പോയത്? എനിക്ക് എന്റെ വഴിക്ക് പോയല്ലേ പറ്റൂ. നീ പെരുവണ്ണാപുരത്തേക്ക് പോയതല്ലേ? എനിക്കറിയാം നീ അവിടേക്ക് പോകുന്നു. ഗൗതം നിരസിച്ചാൽ പിന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? കവിത പോയിട്ടുള്ളതൊക്കെ സ്വന്തം വഴിയിലൂടെ മാത്രോ? നിന്റെ ഈ യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്ക് തന്നെ തെറ്റുപറ്റിയത്. സഞ്ജു പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മുണ്ട്. എന്റെ ആ കണക്കൂട്ടൽ തെറ്റിയിട്ടില്ല. പക്ഷെ അവളുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അവൻ സഞ്ജയ്. ഇനിയെങ്കിലും വിരലി പിടിച്ചുള്ള നിന്റെ ഓട്ടോ ഒന്ന് നിർത്ത്. നീ തന്നെ ഓർത്തു നോക്കി. ശ്രീകുട്ടിയെ സ്നേഹിക്കുമ്പോ എങ്ങനെ സഞ്ജുവിന് അമ്മുവിനെ പോലൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടാനാവും? ഇനി അമ്മുവിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും അടുത്ത എന്തെങ്കിലും കവിത കണ്ടെത്തും. ദേ നമ്മുടെ സമയം നഷ്ടമാവുന്നത്. ഞാൻ ഈ അന്വേഷണം അവസാനിപ്പിച്ചു. അതാ നല്ലത്. ആ പെണ്ണിനെ നമുക്ക് വിടാം. സഞ്ജനയിലേക്കാ നീ ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പനിയുടെ 25% ഷെയർ അവളുടെ പേരിലാ. അത് വെച്ചാവണം ഇനിയുള്ള വർക്കൗട്ട്. കുറച്ച് പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. ഗൗതം ഫോൺ വെച്ചോ. തോൽക്കാൻ മനസ്സിനിയും തയ്യാറായിട്ടില്ല. എനിക്ക് മുമ്പേ ഓടിയതാണോ സഞ്ജു? നീ കഴിച്ചോ? അയ്യോ
അയ്യോ സോറി സോറി വീടാൻ പോയപ്പോ അറിയാത്ത താങ്ങിയതാ. മുഖം തുടക്കി ദേ കുങ്കുമൊക്കെ ഒലിച്ചുപോയി. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് അതും സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. ഇതൊന്നുമല്ല ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇനി അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു ഭാഗ്യം എനിക്ക് വേണ്ട. ആപത്തിലോ സന്തോഷത്തിലോ പങ്കുകൊള്ളാൻ അദ്ദേഹത്തിന് കൂടെ നയിക്കുകയും വേണ്ട. ചേച്ചി നടന്നു കാണാനുള്ള ഭാഗ്യം മാത്രം മതി എനിക്ക്. കിച്ചൻ ഇവിടെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ദിനേശൻ ചേട്ടൻ വിളിക്കാൻ ഒരു 10 മിനിറ്റ് വൈകിയെങ്കിൽ ഞാൻ ട്രെയിൻ പിടിച്ചാനേ ബാംഗ്ലൂർക്ക്. അമ്മു വിവാഹ വാർഷികത്തിന് ക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്നറിഞ്ഞ അവളെ സംശയിക്കുന്നവര് എന്തായാലും പിന്നാലെ ഉണ്ടാവൂന്ന് ദിനേശേട്ടൻ പറഞ്ഞത് ഉറപ്പല്ലേ? അതുകൊണ്ട് യാത്ര ഇന്നത്തേക്കാക്കി. എന്തായാലും ദിനേശൻ അങ്കിൾ അങ്ങനെ ചെയ്തത് നന്നായി. അപ്പച്ചി ആ ഉദ്ദേശത്തിലാണ് വന്നതും. ഓ, അമ്മുവിന്റെ ഭർത്താവെന്ന് പറയുന്ന കക്ഷിയെ നിങ്ങൾക്കും അറിയില്ലേ? ദിനേശൻ അങ്കിൾ പറഞ്ഞത് സത്യം തന്നെയാ. ഇവനോട് ഞാനാണെന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇവൻ എന്നോടത് പറയുമോന്ന് അറിയണമല്ലോ. അയാള് കാനഡയിലെ മറ്റോ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അതല്ലേ നിങ്ങളെ അവിടുന്ന് വന്ന ആളാക്കി പരിചയപ്പെടുത്താൻ പറഞ്ഞ? അവളുടെ ഭർത്താവ് ആരായാലും നിങ്ങളുടെ വീട്ടുകാർക്ക് എന്താ? അമ്മു കഴുത്തിലൊരു താലി അണിഞ്ഞല്ലേ നടക്കുന്നത്. ഭർത്താവ് ആരാണെന്ന് പറയാൻ അവള് തയ്യാറാവുന്നില്ല. ഒരു വീട്ടിൽ നിൽക്കുന്ന പെണ്ണാവുമ്പോ അവർക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവില്ലേ? ഓ പിന്നെ പിന്നെ അതുണ്ടാവും. അവള് പറഞ്ഞ കല്യാണ കഥ സത്യമാണെന്ന സംശയ പലർക്കും. അതൊന്നും മാറ്റിയെടുക്കാനാ ദിനേശൻ അങ്കിൾ നിങ്ങളുടെ സഹായം തേടിയത്. എന്നാ പിന്നെ ഞാൻ വിടട്ടെ. അല്ല, ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്രയേറെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ. അതിന് പല പേരുകളാണ്. കൊട്ടേഷൻ എന്ന് പറയാനാ എനിക്കിഷ്ടം. ഇതും ഒരു കൊട്ടേഷനാ. അമ്മ ഒന്നല്ലോ. അപ്പോ വീണ്ടും കാണാം മൂസേ. ഏയ് പേടിക്കണ്ട. ഭർത്താവിന്റെ ആവശ്യം വേണ്ടി വരുമ്പോ ഏത് നേരത്തും ഏത് രാത്രിയിലും ഈ കിച്ചൻ ബായിയെ വിളിക്കാം. ഇത് കിച്ചൻ ബായിയുടെ സൗജന്യ സേവന. കേട്ടില്ലേ? ആളുകളുടെ ജീവൻ എടുക്കുന്ന ജോലി അയാളുടേത്. അവൻ അതിന് കഴിയില്ലമ്മോ. അവനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. നമുക്കും പോവാം. ചന്ദ്രൻപിള്ളയോട് ഞാൻ യാത്ര പറഞ്ഞിട്ടാ വന്നത്. എനിക്കൊരു സ്ഥലം വരെ പോണം. പ്രധാനമായും ഞാൻ വന്നത് അതിനാ. എവിടെ? സിദ്ധിമുത്തി എനിക്കൊന്ന് കാണണം. ക്ഷേത്രത്തിലെ തിരുമേനോട് ചോദിച്ചപ്പോ 2 ദിവസമായി കണ്ടിട്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തൊക്കെ നോക്കിയായിരുന്നു. പോകാൻ തുടങ്ങായിരുന്നു. ആ മറ്റേ ചെക്കൻ പോയായിരുന്നോ കിച്ചൻ? പോയി. അവൻ നിങ്ങൾ ആരും വിചാരിക്കും പോലെയല്ല. രാവണനാ, സൂക്ഷിക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? സംസാരിച്ചാൽ അറിയില്ലേ, ഒന്നുകിൽ അവൻ നിങ്ങൾക്കൊരു ഏണിയാകും, അല്ലെങ്കിൽ ഏതാപത്തിലും അവൻ നിങ്ങൾക്കൊരു തുണയായി കൂടെ നിൽക്കും. നോക്കാൻ ചന്ദ്രമാമ, എനിക്ക് സിദ്ധിമുത്തിയെ കൂടി ഒന്ന് കണ്ടിട്ട് വേണം അങ്ങ് പോവാൻ. മോളെ, സിദ്ധിമുത്തശ്ശി ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. ഒരു 2 ആഴ്ചയെങ്കിലും കഴിയാതെ അവർ തിരിച്ചു വരില്ല. അയ്യോ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു.
സിദ്ധിമുത്തി വന്ന ചന്ദ്രമാമ എന്നൊന്ന് വിവരം അറിയിക്കണേ. തീർച്ചയായും. ലച്ചുമോള് ധൈര്യമായിട്ട് വെക്കും. ശരി, എന്നാ കാണാൻ ചന്ദ്രമാമ. ആയിക്കോട്ടെ, പോയി വാമനെ. സഞ്ജുവിനെ അമ്മൂനെ കാണുന്നില്ലല്ലോ. ദിനേശങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്കിയോ? അവരിങ്ങ് എത്തിയടാ. ഒന്നിച്ച് അവര് വരുന്നെങ്കിൽ ഇവിടെയുള്ളവരൊക്കെ അറിയില്ലേ? ശ്രീദേവിയമ്മ പൂജാമുറിയിലാ, ഇപ്പൊ ഇറങ്ങി വരും. നീ ടെൻഷൻ ആവണ്ട, വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മൂനെ ബസ് സ്റ്റോപ്പിൽ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ശ്രീദേവി എടുത്ത് എന്നോട് പറഞ്ഞു. ഞാനാണെങ്കിലോ സഞ്ജുവിനെ വിളിച്ച് അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞതായി അച്ഛനെയും ശ്രീദേവി എടുത്ത് അറിയിച്ചു കഴിഞ്ഞു. ഇനി അവർ ഒന്നിച്ചു വന്നാൽ ആർക്കും സംശയം ഉണ്ടാവില്ല. കവിത പറ്റി വാ തുറക്കില്ലെന്ന കാര്യം ഉറപ്പായി. കവിത വന്ന ഉടനെ മുറിയടച്ചിരിപ്പാ. ആ, അവർ വന്നല്ലോ, അവരെത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് ആരും വരാതിരുന്നാ മതിയായിരുന്നു. നീ ധൈര്യമായിട്ട് ഇരിക്കടാ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ, ഇവിടെ ആരുമില്ല ദിനേശേട്ടാ. താഴെയൊന്നും ആരെയും കണ്ടില്ല. എങ്ങനെ കള്ളം പറയുന്നു പേടിച്ചാ വന്നത്. പേടിക്കണ്ട, വിശേഷങ്ങൾ ചോദിക്കാൻ ഇപ്പൊ ഇവിടെ ആരുമില്ല. ആ പിന്നെ സഞ്ജു അമ്മൂനെ ബസ് സ്റ്റാൻഡിൽ വന്ന് പിക്ക് ചെയ്തെന്നേ എല്ലാവരോടും പറയാവൂ. നീ ഇപ്പൊ പോണ്ട, അമ്മു ആദ്യം പോയാ മതി. പ്രബേട്ടൻ സ്ഥലത്തില്ല. ആ, നീ പോയി ഫ്രഷ് ആയിട്ട് വാടാ. അങ്കിളുടെ മുഖത്ത് എന്താ ഒരു കള്ളച്ചിരി? ഒന്നുമില്ലടാ, നീ ചെല്ലടാ. എന്താടാ രാജു? ആ, എനിക്കറിയില്ല. എന്തായാലും നിന്റെ മനസ്സമാധാനം നഷ്ടാവുന്ന കാര്യമൊന്നുമല്ല, ആ ഒരു ഉറപ്പ് പോരെ. എടാ, എല്ലാം സെറ്റല്ലേ? സെറ്റ്. ഞാൻ ചേച്ചിക്ക് വേണ്ടി പൂജകളൊക്കെ ചെയ്തു. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ പോയെന്ന് നിനക്ക് അറിയില്ലേ അമ്മു? നീ ഇതൊക്കെ ചെയ്യുമ്പോ വേണ്ടാന്ന് പറയാത്തത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. എന്നാലും നിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവിടെ പോകാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാ. ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ, അതെന്റെ വിവാഹ വാർഷികമായിട്ടല്ല ഞാൻ കാണുന്നത്. അമ്മ നാട്ടിൽ നിന്ന് എപ്പോ തിരിച്ചെത്തി? ഞാൻ ഇപ്പൊ തിരിച്ചെത്തിയതുള്ളൂ വെച്ചാ. അച്ഛനെല്ലാം അറിയാലോ, എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടിയ ദിവസമായിന്ന്. അതിന് ദേവിയോട് നന്ദി പറയണമെന്ന് ആഗ്രഹിച്ചു പോയതാ. അത് നന്നായി. വിവാഹം എന്നത് ഒന്നിച്ച് ജീവിക്കാൻ മാത്രമല്ല, തനിയെ ജീവിക്കാനും പ്രേരണ തരുന്നതാണെന്ന് നിന്റെ കാര്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ ഡിവോഴ്സ് നടക്കില്ല അച്ഛാ. സഞ്ജയ് അതിന് താല്പര്യം എടുത്തിട്ടല്ലേ പോയത്? ആ വിവാഹത്തിന് നിയമസാധുത ഒന്നുമില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. സഞ്ജയ് അവന്റെ വഴിക്ക് പോട്ടെ. അപ്പോ അമ്മൂനൊരു ജീവിതം വേണ്ടേ അച്ഛാ? അത് അവള് തീരുമാനിക്കട്ടെ. എന്റെ ജീവിതം ചേച്ചിക്കൊപ്പമുള്ളതാ. ചേച്ചിയുടെ വിവാഹം കഴിയാതെ അനിയത്തിക്കൊരു വിവാഹമില്ല, ജീവിതവുമില്ല. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയായി പോയല്ലോ അമ്മു. ചേച്ചിയുടെ ഈ അവസ്ഥയൊക്കെ മാറും. ഞാൻ സിദ്ധിമുത്തിയെ പോയി കാണാൻ ശ്രമിച്ചതാ. അവര് തീർത്ഥാടനത്തിന് പോയിരിക്കാം. അവരും മടങ്ങി വന്ന വിവരം അറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ വരില്ല എന്ന് പറഞ്ഞതാ, പിന്നെ അവളുടെ ഒരു സിദ്ധിമുത്തി. ആ, ചേച്ചി വരണ്ട. സിദ്ധിമുത്തിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ, മോള് ചെന്ന് ഫ്രഷ് ആവാം. അവള് വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല മോളെ. ഡോക്ടർ അരവിന്ദ് പറഞ്ഞതും നാട്ടുവൈദ്യത്തെ പറ്റിയാ. നമുക്ക് അവരെ കാണണം. അച്ഛന് വേണ്ടി മോൾ അതിന് സമ്മതിക്കണം.
നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? കാര്യമുണ്ട്. അമ്മ കൂടി ഒന്ന് വന്നോട്ടെ. അവൾ കൂടി വരാൻ വേണ്ടി കാത്തു നിൽക്കുക. നിങ്ങളെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ. കാണാൻ പോകുന്ന പറഞ്ഞാലേ അതിന്റെ ത്രില്ലങ്ങ് പോകില്ലേ? അല്ലടാ രാജു? ആ പിന്നല്ല. ആയിക്കോട്ടെ. ഞാനേ സ്വാതി പോയെന്ന് കാണട്ടെ, എന്നിട്ട് മതി മറ്റെന്തും. നിക്കടാ മോനെ, ഉടനെ നിങ്ങൾക്ക് പോകാം. ആ അമ്മു അല്ല, ഞാനൊരു കാര്യത്തിന് വിളിച്ചാലേ കൂടെ വരാൻ നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? ടെറസിലേക്കാണോ? അല്ലെന്നേ. വരുന്നുണ്ടോ ഇങ്ങോട്ട്?